ഫെൽകിറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ലൈഫിൽ ദിവസം ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഒരു വസ്തുവാണ് ബാറ്ററി. നമ്മൾ ഉപയോഗിക്കുന്ന റിമോട്ട്, അതുപോലെ തന്നെ മൊബൈൽ ഫോണ്, നമ്മുടെ വാഹനങ്ങള്, ഇത്തരത്തിൽ എല്ലാ ഉപകരണങ്ങളിലുള്ള ഒരാളാണല്ലോ ബാറ്ററി. ഇതിൽ തന്നെ പലതരം ബാറ്ററികളുണ്ട്. റീചാർജ് ചെയ്യാവുന്നതും ചെയ്യാത്തതുമായിട്ടുള്ള ഒരുപാട് ബാറ്ററികൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ബാറ്ററിയുടെ പ്രവർത്തനം എന്താണ്, ഏതൊക്കെ ടൈപ്പ് ബാറ്ററികളുണ്ട്, അത്തരത്തിലുള്ള ചെറിയ ചെറിയ കുറച്ച് വിവരങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് ബാറ്ററി? നമ്മൾ വളരെ ലളിതമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററി എന്ന് പറയുന്നത് ഒരു ചെറിയ വൈദ്യുത നിലയമാണ്. ബാറ്ററിക്കുള്ളിൽ രാസപ്രവർത്തനങ്ങളിലൂടെയാണ് വൈദ്യുതി നിർമ്മിച്ചു തരുന്നത്. ആവശ്യാനുസരണം നമ്മൾ അതിലൊരു ലോഡ് കണക്ട് ചെയ്യുമ്പോൾ അതിന് ആവശ്യാനുസരണം കറണ്ട് തന്നുകൊണ്ടേയിരിക്കും. ഉദാഹരണത്തിന് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന വെള്ള ടാങ്ക് പോലെ, ആ ടാങ്കിൽ വെള്ളം ഉണ്ടാകും. ആ വെള്ളം ആവശ്യാനുസരണം വെള്ളം ഒഴുകി നമുക്ക് ഓരോ സ്ഥലത്തേക്ക് വെള്ളം കിട്ടുന്ന പോലെ തന്നെയാണ് ഒരു ബാറ്ററിയിലും ഒരു കെമിക്കൽസ് അല്ലെങ്കിൽ ഒരു രാസപ്രവർത്തനങ്ങൾ അതിൽ നടന്നിട്ടാണ് ആവശ്യത്തിനുള്ള കറണ്ട് അല്ലെങ്കിൽ വോൾട്ട് നമുക്ക് അതിൽ നിന്ന് പുറത്തേക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഈ ബാറ്ററി കണ്ടുപിടിച്ചിട്ട് ഏകദേശം 200 വർഷങ്ങളൊക്കെ ആയിട്ടുള്ളൂ. 200 വർഷം ആകുന്നുള്ളൂ. 1800കളിലാണ് അലസാണ്ടർ വോൾട്ട എന്ന പേരുള്ള ഒരു സയന്റിസ്റ്റ് ഈ ബാറ്ററി കണ്ടുപിടിച്ചിട്ടുള്ളത്. അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുള്ളത് സിങ്ക്, ചെമ്പ് നാണയങ്ങള് ഇവ ഉപ്പുവെള്ളത്തിൽ മുക്കിയ ഒരു തുണിക്കഷ്ണത്തിൽ വെച്ചിട്ടാണ് അദ്ദേഹം ഈ ഒരു ബാറ്ററി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിനെ വോൾട്ടായിക് പൈൽ എന്നാണ് വിളിച്ചിരുന്നത്. ഈ ഒരു വോൾട്ടായിക് പൈലിന്റെ കണ്ടുപിടുത്തത്തോട് കൂടിയിട്ടാണ് കറണ്ടിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ബാറ്ററിയുടെ കാര്യത്തിൽ ഇന്ന് കാണുന്ന ലെവലിലേക്ക് ഒരുപാട് വലിയൊരു ടെക്നോളജിയിലെ മാറ്റങ്ങൾ തന്നെ വന്നിട്ടുള്ളത്. ഇനി ബാറ്ററിയുടെ ഭാഗങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യം ഒരു ബാറ്ററിക്ക് പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണ് ഉണ്ടായിരിക്കുക. ബാറ്ററിയിൽ നമ്മൾ സാധാരണ കാണുന്നത് പ്ലസ് മൈനസ് എന്നുള്ള 2 കാലുകളാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇതിന് 3 ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ആനോഡാണ്. ഇതിന് നെഗറ്റീവ് ഭാഗം എന്ന് പറയും. ഇലക്ട്രോണുകൾ, അതായത് ഇതിനുള്ളിൽ രാസപ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഇലക്ട്രോൺ എന്ന് പറയുന്ന ആ ചെറിയ ഭാഗങ്ങൾ, ചെറിയ കണികകൾ, അത് ഈ ആനോഡിൽ നിന്നാണ് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഇതിന് നെഗറ്റീവ് ഭാഗം എന്ന് പറയുന്നത്. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്, അതുകൊണ്ട് അതിന് നെഗറ്റീവ് ഭാഗം എന്ന് പറയും. മറ്റൊരു ഭാഗമാണ് കാഥോഡ്. ഇതിന് പോസിറ്റീവ് ഭാഗം എന്ന് പറയും. അതായത് ഈ ആനോഡിൽ നിന്ന് പോയ ഇലക്ട്രോണുകൾ ഉണ്ടല്ലോ, അത് തിരിച്ചു വന്ന് അടിയുന്നത് ഈ കാഥോഡിലാണ്. അതുകൊണ്ട് അതിന് പോസിറ്റീവ് ഭാഗം എന്ന് പറയും, അല്ലെങ്കിൽ അവിടെ പോസിറ്റീവ് ചാർജ് ആണ് ഉണ്ടായിരിക്കുക. ഓക്കെ, ഇങ്ങനെ 2 ഭാഗങ്ങൾ, ആനോഡ്, കാഥോഡ്. മറ്റൊരു ഭാഗമാണ് ഇതിൽ വരുന്നത് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. ഇലക്ട്രോലൈറ്റ് ഇതൊന്നെങ്കിൽ വല്ല ലിക്വിഡ്, ദ്രാവകോ അല്ലെങ്കിൽ ജെല്ലോ പോലെയുള്ള വസ്തുക്കളാണ് ഉണ്ടാവുക. ഈ പറഞ്ഞ ആനോഡിന്റെയും കാഥോഡിന്റെയും നടുക്കുള്ള ഒരു വസ്തുവാണ് ഇലക്ട്രോലൈറ്റ്. അതായത് ഇലക്ട്രോണുകൾ ഡയറക്റ്റ് ആയിട്ട് അവിടെ നിന്ന് അപ്പുറത്തേക്ക് പോകരുത്, അതിനിടയിൽ തടസ്സം വെച്ചു കൊടുക്കാനാണ് ഈ ഇലക്ട്രോലൈറ്റ്. ഒരുപാട് തിയറി വേറെ വർഷങ്ങൾ പറഞ്ഞു പോകാനുണ്ട്, വളരെ ലളിതമായിട്ട് പറയുന്നത് മാത്രം. അപ്പൊ ഇതാണ് അതിനുള്ളിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്ന ഒരു ലിക്വിഡ് ഉണ്ടാവും. ഓക്കെ, അയോണുകൾ ചലിക്കുക അതിനുള്ളിലൂടെ, ഇലക്ട്രോലൈറ്റിന്റെ ഉള്ളിലൂടെ അയോണുകൾ ചലിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഇലക്ട്രോണുകൾ ബാറ്ററിയുടെ ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് പുറത്ത് നമ്മൾ കൊടുക്കുന്ന ബൾബ് ലോഡിലൂടെ ചലിച്ചിട്ടാണ് വന്നുകൊണ്ടിരിക്കുക. ഓക്കെ, ബാറ്ററിന്റെ ചെറിയ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞത്. ഇനി ഈ 3 ഭാഗങ്ങളോടെ കൂടിയിട്ട് എങ്ങനെയാണ് ബാറ്ററിയിൽ ഒരു വൈദ്യുതി ജനറേറ്റ് ചെയ്യുന്നത്, ഒരു വൈദ്യുതി നിർമ്മിക്കുന്നത് എന്നുള്ളത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഒന്ന് നോക്കാം. അതായത് ബാറ്ററിയുടെ ആനോഡ്, അതിന്റെ നെഗറ്റീവ് സ്വഭാവം കൊണ്ട് അവിടെയുള്ള ഇലക്ട്രോണുകൾ നേരെ പുറത്തേക്ക് തള്ളിവിടും. കാരണം 2 നെഗറ്റീവ് ചാർജ് ആണ്, ഇലക്ട്രോണുകൾ തള്ളിവിടും. ആ ഇലക്ട്രോണുകൾ നമ്മുടെ ലോഡിലൂടെ പോയിട്ട്, നമ്മൾ എന്താണോ ഇതിലൊരു ലോഡ് കണക്ട് ചെയ്തത് ആ ലോഡിലൂടെ പോയി അത് ബാറ്ററിയുടെ കാഥോഡിൽ എത്തും. അതായത് പുറത്ത് നമ്മളൊരു വയറോ അല്ലെങ്കിൽ ബൾബോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കണക്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അതിലൂടെ ആ ഇലക്ട്രോണുകൾ പോയിട്ട് കാഥോഡിലേക്ക് എത്തും. ഈ ഇലക്ട്രോണുകൾ ഒഴുകുമ്പോൾ ഉണ്ടാവുന്ന എനർജി, ആ എനർജിയാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആനോഡിൽ നിന്ന് ഇലക്ട്രോണുകൾ ഇങ്ങനെ ഒഴുകി കാഥോഡിലേക്ക് തിരിച്ചെത്തും. അപ്പോഴുള്ള എനർജിയെ നമുക്ക് കറണ്ട് എന്ന് പറയാം. ഈ ഇലക്ട്രോണുകൾ ഒഴുകുന്ന അതേ സമയം തന്നെ അയോണുകൾ ഇലക്ട്രോലൈറ്റിലൂടെ കടന്നുപോയി അവിടെ രാസപ്രവർത്തനങ്ങൾ വീണ്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഈ രാസപ്രവർത്തനങ്ങൾക്ക് നടന്ന് ഒരുപാട് സമയം കഴിയുമ്പോൾ അതിൽ ആ രാസപ്രവർത്തനം നടക്കാൻ ഉള്ള സാഹചര്യം ഇല്ലാതോ, ആ രാസപ്രവർത്തനം നടന്ന് അതിന്റെ കപ്പാസിറ്റി തീർന്നു പോകും. അപ്പോഴാണ് നമുക്ക് ആ ബാറ്ററിയിലെ ചാർജ് കഴിയുന്നത്. അത് വിശദമായിട്ട് വേണമെങ്കിൽ നമുക്ക് വേറെ വീഡിയോയിൽ ചെയ്യാം. ഇത് വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത് മാത്രം. ഈ രാസപ്രവർത്തനം ഒരുപാട് നടക്കുമ്പോൾ അതിൽ ഉപയോഗിക്കുന്ന ഈ അയോണുകളുടെ 2 സൈഡിലും ചാർജ് ഒക്കെ ഈക്വൽ ആയിട്ട് വരും. അങ്ങനെ ഈക്വൽ ആയിട്ട് വരുമ്പോഴാണ് ആ ചാർജ് പിന്നെ നമുക്ക് ആ ബാറ്ററിയിൽ ഒരു വോൾട്ടേജ് ഇല്ലാതാവും. ഇനി
ബാറ്ററിയെ കുറിച്ച് പറയുമ്പോൾ ബാറ്ററിയിൽ 3 കാര്യങ്ങളെ കുറിച്ച് നമ്മൾ നോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ബാറ്ററിയിലുള്ള വോൾട്ടേജ്. ആ ബാറ്ററിക്ക് എത്രത്തോളം ഇലക്ട്രോണുകളെ തള്ളി വിടാനുള്ള കഴിവുണ്ടോ അതിനെയാണ് വോൾട്ടേജ് എന്ന് പറയുന്നത്. കൂടുതൽ വോൾട്ടേജ് ഉള്ള ഒരു ബാറ്ററി ആണെങ്കിൽ അതിന് കൂടുതൽ ഇലക്ട്രോണുകളെ പുറത്തേക്ക് തള്ളാൻ കഴിയും. കുറഞ്ഞ വോൾട്ടേജ് ഉള്ള ഒരു ബാറ്ററി ആണെങ്കിൽ അതിന് കുറഞ്ഞ ഇലക്ട്രോണുകളെയാണ് പുറത്തേക്ക് തള്ളാൻ കഴിയുക. അടുത്തൊന്നാണ് കറണ്ട്. ഈ ഇലക്ട്രോണുകൾ ഒഴുകുമ്പോൾ ഉണ്ടാവുന്ന എനർജിയാണ് കറണ്ട്. അപ്പൊ എത്രത്തോളം ഇലക്ട്രോൺ അതിലൂടെ ഒഴുകുന്നോ അതിനടിസ്ഥാനമാക്കിയിട്ടാണ് കറണ്ട് എന്ന് പറയുന്നത്, ആംബിയർ. പൊതുവെ ഇതിനെപ്പോഴും എത്രത്തോളം ആംബിയർ ഒഴുകാൻ പറ്റുമെന്ന് പറയും. അതുപോലെ മറ്റൊരു കാര്യം കൂടെ പറയേണ്ടത് പറയാം, ബാറ്ററിയുടെ കപ്പാസിറ്റി. ബാറ്ററിയിൽ എത്രത്തോളം കറണ്ട് അല്ലെങ്കിൽ ചാർജ് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും എന്നുള്ളതിനാണ് ബാറ്ററിയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഈ കപ്പാസിറ്റി ഇപ്പൊ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന വെള്ള ടാങ്ക് ഒക്കെ ഇത്ര കപ്പാസിറ്റിയുള്ള ടാങ്ക് ഉപയോഗിക്കാന്ന് പറയും. ഇനി അതിലൂടെ ഒഴുകുന്ന കറണ്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ എത്ര വണ്ണമുള്ള പൈപ്പാണ് നമ്മൾ കൊടുക്കുന്നത് അതിനനുസരിച്ചാണ് കറണ്ട് അതിലൂടെ വെള്ളം ഒഴുകുക. ഇനി അത് തന്നെ നമ്മളെ ടാങ്കിനനുസരിച്ചേ വെള്ളത്തിന് ഒഴുകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ടാങ്കിന്റെ ഹൈറ്റിനനുസരിച്ചാണ് വെള്ളത്തിന് ഒഴുക്കുണ്ടാവുക. ഈ കപ്പാസിറ്റിയെ എപ്പോഴും പറയുന്നത് MAH എന്നുള്ള ഒരു ടേബിൾ പറയും. MAH, മില്ലി ആംബിയർ പെർ ഹവർ, അല്ലെങ്കിൽ AH. ചെറിയ ബാറ്ററികളൊക്കെ ആണെങ്കിൽ MAH പറയും, വലിയ ബാറ്ററികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് AH പറയും, ആംബിയർ പെർ ഹവർ. ഒരു മണിക്കൂറിൽ എത്ര കറണ്ട് അതിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും? ഒരു ഉദാഹരണത്തിന് നമ്മൾ ഒരു ബാറ്ററി 1 AH ഒരു ബാറ്ററി ഉണ്ടെന്നില്ല, 1 AH ബാറ്ററി. ഓക്കെ, ഈ 1 AH ബാറ്ററിയിൽ നമ്മൾ 1 ആംബിയർ കറണ്ട് അതിലേക്ക് എടുക്കുകയാണെങ്കിൽ, 1 ആംബിയർ കറണ്ട് എടുക്കുന്ന ഒരു ബൾബ് നമ്മളെ ബാറ്ററിയിൽ കണക്ട് ചെയ്താൽ 1 മണിക്കൂർ സമയം കൊണ്ട് ആ ബാറ്ററിയിലെ ചാർജ് പൂർണ്ണമായിട്ടും തീർന്നു. അതാണ് AH. സാധാരണ ഇൻവെർട്ടറുകളിലൊക്കെ ഉപയോഗിക്കുന്ന 150 AH, 200 AH അങ്ങനെയൊക്കെയുള്ള ബാറ്ററികളാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ AH കൂടുന്തോറും ആ ബാറ്ററിയുടെ കപ്പാസിറ്റി കൂടും. എന്നാൽ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന ബാറ്ററി, ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ്, അത്തരത്തിലുള്ള ചെറിയ എക്യുപ്മെന്റുകളൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററികളിൽ AH പകരം പറയുന്നത് MAH എന്നാണ് പറയുന്നത്, മില്ലി ആംബിയർ ഹവർ. രണ്ടും ഒന്ന് തന്നെയാണ്. ഇപ്പോ മൊബൈലിലെ ബാറ്ററികളൊക്കെ പറയുമ്പോൾ 5000 mAh, 4000 mAh എന്നൊക്കെ പറയുമല്ലോ. 5000 mAh എന്ന് പറഞ്ഞാലും 5 AH എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. പക്ഷെ ഒരു മൊബൈലിനെ സംബന്ധിച്ചിടത്തോളം അതിലൊരിക്കലും ആംബിയർ ലെവൽ കറണ്ട് എടുക്കുന്നില്ല, മില്ലി ആംബിയർ, മൈക്രോ ആംബിയർ ലെവൽ കറണ്ടാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് മില്ലി ആംബിയർ പെർ ഹവർ, MAH എന്നുള്ള ടേമാണ് ഉപയോഗിക്കുക എന്ന് മാത്രം. അപ്പൊ ബാറ്ററിയെ കുറിച്ചുള്ള വളരെ ചെറിയ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ കാര്യങ്ങളെ കുറിച്ചൊരു ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി ഈ ബാറ്ററികളിൽ തന്നെ നമുക്ക് ചാർജ് ചെയ്ത് ഉപയോഗിക്കാവുന്നതും ചാർജ് ചെയ്യാതെ, അതായത് ഒറ്റ തവണ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്നത്, രണ്ടാമത് വീണ്ടും വീണ്ടും ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നത്, ഇങ്ങനെ പലതരത്തിലുള്ള ബാറ്ററികൾ വരുന്നുണ്ട്. ഓരോ ബാറ്ററിക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. എല്ലാ സ്ഥലത്തും നമുക്ക് എല്ലാ ബാറ്ററികളും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ ഈ ബാറ്ററികൾ ഏതൊക്കെയാണ് എന്നുള്ളതും ഇത് എങ്ങനെയൊക്കെയാണ് ചെക്ക് ചെയ്യുക, അത് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതെല്ലാം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വിശദമായിട്ട് പറയും. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യും. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.